മലപ്പുറം കാളികാവ് അടയ്ക്കാക്കുണ്ടിൽ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയെ കടുവ കടിച്ചുകൊന്നു. കല്ലാമൂല സ്വദേശിയായ ഗഫൂറാണ് റബ്ബർ ടാപ്പിംഗിനിടെ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം വേണമെന്നും കടുവയെ വെടിവെച്ച് കൊല്ലണമെന്നും ആവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധത്തിലാണ്. പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. എംഎൽഎ എ പി അനിൽകുമാറിന്റെ സാന്നിധ്യത്തിൽ ഉറപ്പുകൾ എഴുതി നൽകിയ ശേഷമാണ് മൃതദേഹം വിട്ടു നൽകാൻ ജനങ്ങൾ തീരുമാനിച്ചത്. കാളികാവ് അടയ്ക്കാക്കുണ്ട് റാവുത്തൻകാട്ടിലെ റബ്ബർ എസ്റ്റേറ്റിലാണ് രാവിലെ 7 മണിക്ക് മുമ്പ് ഈ ഒരു സംഭവം ഉണ്ടായത്. ഇതുവഴിയാണ് അങ്ങോട്ട് കയറി പോകുന്നത്. ഈ നിൽക്കുന്ന മേഖലയിൽ ഏകദേശം 1.5 കിലോമീറ്റർ മുകളിലാണ് ഈ സംഭവം ഉണ്ടായത്. ഗഫൂറിന്റെ മൃതദേഹം കണ്ടെത്തിയത് ഈ മേഖലയിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ മുകളിലാണ്. വലിയ പ്രതിഷേധം തന്നെ ഈ ഒരു മേഖലയിൽ ഇതേ തുടർന്നുണ്ടായിരുന്നു. കാരണം ഈ നിൽക്കുന്ന പ്രദേശം നിലമ്പൂർ മലനിരകളോട് ചേർന്നുള്ള മേഖലയാണ്. സൈലന്റ് വാലി മലനിരകളുടെ മറുവശത്തുള്ള ഒരു പ്രദേശമാണ്. ഇവിടെ മുൻപും കടുവകളെ കണ്ടതായിട്ടുള്ള വന്യജീവികളെ കണ്ടതായിട്ടുള്ള പരാതികൾ വ്യാപകമായിട്ട് ഉയർന്നിരുന്നു. 3 മാസം മുമ്പ് കടുവയെ കണ്ടതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരികയും വനം വകുപ്പിനെ അത് അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അന്നൊന്നും വനം വകുപ്പ് കാര്യമായിട്ട് ഇടപെട്ടില്ല എന്നൊരു പ്രതിഷേധം ഉയർന്നിരുന്നു. അതിനിപ്പോൾ ഒരു മനുഷ്യജീവൻ പൊലിയേണ്ടി വന്നു എന്ന തരത്തിലാണ് പ്രതിഷേധം ഉയർന്നത്. ഈ ഒരു മേഖലയിലേക്ക് മൃതദേഹം കൊണ്ടുവരികയും ഇവിടെ മൃതദേഹം തടഞ്ഞു നിർത്തി ജനങ്ങൾ പ്രതിഷേധിക്കുകയും ചെയ്തു. ഇവിടെ ഈ ഒരു കുടുംബത്തിന് അവരുടെ ഈ ഒരു ആശ്വാസധനം അത് സർക്കാർ പ്രഖ്യാപിക്കുന്നത് പോലെ സാധാരണ പറഞ്ഞു പോകുന്ന പോലെ നൽകിയാൽ പോരാ തുടങ്ങിയ ആവശ്യം, കുടുംബത്തിന്റെ സാമ്പത്തിക സുരക്ഷ ഉറപ്പുവരുത്തുവാനുള്ള നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം, അതോടൊപ്പം ഈ ഒരു മേഖലയിലെ വന്യമൃഗ ഭീതിക്ക് ശല്യത്തിന് ശാശ്വതമായ പരിഹാരം വേണമെന്നൊരാവശ്യവും ജനങ്ങൾ ഉന്നയിച്ചു. ഈ ആവശ്യങ്ങൾ പരിഹരിക്കാതെ മൃതദേഹം കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്ന നിലപാടിലായിരുന്നു പ്രദേശവാസികൾ. തുടർന്ന് വലിയ പ്രതിഷേധം മേഖലയിൽ നടന്നു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞാൻ പ്രതിഷേധത്തിന്റെ കൂടെയാണ്. തീർച്ചയായും ബാക്കിയുള്ള കർഷകർക്ക് നാളെ രാവിലെ ടാപ്പിംഗ് തൊഴിലാളി ഇവിടെ കയറും. സാറേ പിന്നെ 14 ലക്ഷം രൂപ കൊടുക്കാൻ 4 ലക്ഷം ജനങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾ ചർച്ച ചെയ്ത് അതിൽ വനം വകുപ്പിനെ കൊണ്ട് ഒരു വെള്ള പേപ്പറിൽ എഴുതി ഒപ്പിട്ട് വാങ്ങിയിട്ടാണ് ഈ മൃതദേഹം ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ അനുവദിച്ചത്. ഇടയ്ക്ക് വലിയ തോതിൽ തന്നെ പോലീസിന് നേരെയും ഞങ്ങൾ പ്രതിഷേധമുണ്ടായിരുന്നു. എംഎൽഎ എ പി അനിൽകുമാറും അതുപോലെ തന്നെ പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപാഠിയും അടക്കമുള്ള ഉന്നത ജനപ്രതിനിധികളും ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ ഇടപെട്ടാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമങ്ങൾ നടത്തിയത്. ഈ ഗഫൂറിന്റെ കുടുംബത്തിന് ആശ്വാസധനമായിട്ടുള്ള പണത്തിൽ 5 ലക്ഷം രൂപ ഉടനടി നൽകും, നാളെ തന്നെ നൽകും. കുടുംബാംഗങ്ങൾക്ക് താൽക്കാലിക ജോലി നൽകാനുള്ള തീരുമാനങ്ങളെടുക്കും. അവർക്ക് സ്ഥിര ജോലിക്ക് വേണ്ടി ശുപാർശ ചെയ്യുകയും ചെയ്യുമെന്ന് വനംവകുപ്പ് ഉറപ്പ് നൽകി. ഈ ഒരു ആളെ കൊല്ലിയായി കടുവയെ പിടികൂടുവാൻ ഡോക്ടർ അരുൺ സക്ര നേതൃത്വത്തിലുള്ള സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. അവർ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തി അതിന്റെ നടപടികൾ സ്വീകരിക്കുമെന്നും വനംവകുപ്പ് ഉറപ്പ് കൊടുത്തു. എംഎൽഎ എ പി അനിൽകുമാർ നൽകിയ ഉറപ്പുകളുടെ അടിസ്ഥാനത്തിൽ DFOയുമായി ചർച്ച നടത്തി, സർക്കാർ പ്രതിനിധികളുമായി ചർച്ച നടത്തി. അവർ നൽകിയ ഉറപ്പ് അത് ജനങ്ങൾ അംഗീകരിക്കുകയായിരുന്നു. പക്ഷേ ഈ ഒരു മേഖല ഇപ്പോഴും വലിയ ആശങ്കയിൽ തന്നെയാണ്. വന്യമൃഗ ശല്യത്തിന് ശാശ്വതമായ പരിഹാരം വേണമെന്ന ആവശ്യം ഉയരുകയാണ്. ഇനിയുള്ള നടപടികൾ, സർക്കാർ നൽകിയ ഉറപ്പുകൾ പാലിക്കപ്പെട്ടില്ലെങ്കിൽ വലിയ പ്രതിഷേധങ്ങൾ വീണ്ടും ഉയരുമെന്നും പ്രദേശവാസികൾ പറയുന്നുണ്ട്. എന്താണെങ്കിലും ഒരു മനുഷ്യജീവൻ വീണ്ടും പൊലിയേണ്ടി വന്നു. ഈ വന്യമൃഗ ശല്യത്തിന് സർക്കാർ കാര്യക്ഷമമായി ഇടപെടുവാൻ എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. അഖിലോട്ട് പാർക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. കടുവയെ പിടികൂടാൻ നടപടി തുടങ്ങിയതായി വനമന്ത്രി AK ശശീന്ദ്രൻ. കടുവയെ വെടിവെച്ച് പിടികൂടും. മുത്തങ്ങയിൽ നിന്ന് കുങ്കിയ ആനകൾ എത്തും. ഡോക്ടർ അരുൺ സഖറയും സംഭവ സ്ഥലത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. നഷ്ടപരിഹാരത്തിന്റെ ആദ്യ ഗഡു ഇന്ന് തന്നെ കുടുംബത്തിന് നൽകും. കുടുംബത്തിലെ ഒരാൾക്ക് ജോലി നൽകുന്നത് പരിഗണിക്കും. താൽക്കാലിക ജോലി ഉടൻ നൽകാൻ തീരുമാനമായിട്ടുണ്ട്. പ്രദേശത്ത് ജാഗ്രത പാലിക്കാനും തുടർ നടപടി സ്വീകരിക്കാനും വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായും വനമന്ത്രി പറഞ്ഞു.